ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗോള കത്തോലിക്ക സഭ ജോൺ ബോസ്കോ പുണ്യവാന്റെ തിരുനാൾ ദിനം ആഘോഷിക്കുന്നു. ജോൺ ബോസ്കോ എന്നും പറയും, ഡോൺ ബോസ്കോ എന്നും പറയും. ഇറ്റലിയിലെ ടൂറിനിൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജോൺ ബോസ്കോ ജനിച്ചത്. ടൂറിൻ വളരെ പ്രസിദ്ധമാണ്. ഈശോയുടെ തിരുശരീരം പൊതിഞ്ഞ തിരുക്കച്ച ഇന്നും കേടുകൂടാതെ സൂക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് ടൂറിൻ. പിതാവ് ഫ്രാൻസിസ് ബോസ്കോ കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോഴേ മരിച്ചുപോയി. അമ്മ മാർഗ്രറ്റാണ് കുഞ്ഞിനെ ദൈവപാതയിൽ വചന വഴിയിൽ വളർത്തിയത്. 9 വയസ്സുള്ളപ്പോൾ ബോസ്കോ ഒരു സ്വപ്നം കണ്ടു. ധാരാളം കുട്ടികൾ അവന്റെ ചുറ്റും നിൽക്കുന്നു. ഒരു ദൈവപുരുഷൻ അവനോട് പറയാണ്, നീ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, സുന്ദരിയായ ഒരു സ്ത്രീ അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അമ്മ പറഞ്ഞു, മോനെ, നീ ഒരു വൈദികനാകും, അതിന്റെ ദൈവ ദർശനമാണ് നിനക്ക് ലഭിച്ചത്. ജോൺ ബോസ്കോ വൈദികനായി. തെരുവ് കുട്ടികൾക്കായി ഒരു ഭവനവും ആരംഭിച്ചു. 2 മാസം കൊണ്ട് 80 കുട്ടികൾ ആ ഭവനത്തിൽ ചേർന്നു. തെരുവ് ദണ്ഡികളെ ദൈവഭക്തരാക്കി മാറ്റുന്ന ഒരാലയം. ഫാദർ ജോൺ 1854 ജൂൺ 26 സലേഷ്യൻ സഭ സ്ഥാപിച്ചു. 21 വർഷങ്ങൾക്ക് ശേഷം സ്ത്രീകൾക്കായുള്ള സഭയും സ്ഥാപിച്ചു. ജോൺ ബോസ്കോ മരിക്കുമ്പോൾ 768 അംഗങ്ങളാണ് അതിലുള്ളത്. പക്ഷെ ഇന്ന് ലോകമാസകലം വളർന്ന് പടർന്ന് പന്തലിച്ച് ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള വലിയ സഭയായി സലേഷ്യൻ സഭ ഉണർന്നു. ജോൺ വലിയ തൊഴിലാളി സ്നേഹിയായിരുന്നു. വർഷത്തിൽ 15 ദിവസം ശമ്പളത്തോടുകൂടി അവധി തൊഴിലാളികൾക്ക് നൽകിയിരിക്കണമെന്ന് മുതലാളിമാരോട് ചങ്കൂറ്റത്തോടെ ആവശ്യപ്പെട്ട തൊഴിലാളി സ്നേഹിയായിരുന്നു ജോൺ ബോസ്കോ. കാർൽ മാർക്സൊക്കെ അന്നും ദാസ് ക്യാപിറ്റലൊന്നും എഴുതിയിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 1888 ജനുവരി 31 72-ാം വയസ്സിൽ മരിച്ചു ഈ വലിയ ഭക്തൻ. നമുക്ക് ജോൺ ബോസ്കോ അനുകരിക്കാം, നന്മകൾ സ്വീകരിക്കാം. ആമേൻ.